ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങ് ചെയ്താലോ? LDCക്ക് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് കവർ ചെയ്ത് പോകാം. ഓക്കെ, അപ്പം നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ മോഡലിലുള്ള ക്വസ്റ്റ്യൻസും സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എല്ലാവരും മറക്കാതെ കാണുക. മുഴുവൻ ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഒരു 50 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പോകുന്ന ഒരു 50 ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് ഏതായാലും നിങ്ങൾ നോക്കിയിട്ട് പോവുക. വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം അല്ലേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ക്രിമിനൽ കേസിന് ശിക്ഷിക്കപ്പെടുകയും അഴിമതി കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത ഇന്ത്യൻ ക്രിമിനൽ പ്രധാനമന്ത്രി ആരാണ്? PV നരസിംഹറാവു ആണ്. ക്രിമിനൽ കേസിന് ശിക്ഷിക്കപ്പെടുകയും അഴിമതി കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്ത ഇന്ത്യൻ ക്രിമിനൽ പ്രധാനമന്ത്രി PV നരസിംഹറാവു. PV നരസിംഹറാവു. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ സന്യാസി ശിഷ്യൻ ആരാണ്? ശിവലിംഗദാസ സ്വാമികളാണ്. ശിവലിംഗദാസ സ്വാമികൾ ആരാണ്? ആദ്യത്തെ സന്യാസി ശിഷ്യനാണ്. ആരുടെ? ശ്രീനാരായണ ഗുരുവിന്റെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഏത് വർഷം നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായി കണ്ടുമുട്ടിയത്? ഏത് വർഷമാണ് ഇവർ കണ്ടുമുട്ടിയത്? 1916 മുസ്ലിം ലീഗിന്റെ കറാച്ചി സമ്മേളനത്തിന്റെ പ്രസിഡന്റ് ആദംജി ഫിർബോയ്. ആദംജി ഫിർബോയ് ആണ് മുസ്ലിം ലീഗിന്റെ കറാച്ചി സമ്മേളനത്തിന്റെ പ്രസിഡന്റ്. 1908 ജയിൽവാസം സമയത്ത് ആരംഭിച്ച തഹസീബുൽ അഖ്ലാഖ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, ബദറുദ്ദീൻ തിയാബ്ജി, സർ സയ്യിദ് അഹമ്മദ് ഖാൻ. ആരാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് 1908 ജയിൽവാസ സമയത്ത് ആരംഭിച്ച ഏത് പത്രമാണ്? തഹസീബുൽ അഖ്ലാഖ് എന്ന പത്രത്തിന്റെ സ്ഥാപകൻ. കേരളത്തിൽ ചൂട് ഏറ്റവും കൂടിയ സ്ഥലം ഏതാണ്? പുനലൂരാണ് കേട്ടോ. പുനലൂരാണ് കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിയ സ്ഥലം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: നിർമ്മൽ ഭാരത് അഭിയാൻ പദ്ധതിയിലൂടെ 100% ശുചിത്വം കൈവരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? ഏതാണ്? സിക്കിമാണ്. നിർമ്മൽ ഭാരത് അഭിയാൻ പദ്ധതിയിലൂടെ 100% ശുചിത്വം കൈവരിച്ച ആദ്യ സംസ്ഥാനം സിക്കിമാണ്. സിക്കിമുമായി അതിർത്തി പങ്കിടുന്ന ഒരേയൊരു ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. സിക്കിമുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരേയൊരു ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം എന്നാണ്? 1969 ഒക്ടോബർ 6 നർമ്മദ നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷം 1969 ഒക്ടോബർ 6 പത്താമത്തെ ക്വസ്റ്റ്യൻ: കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് എന്നുള്ളതാണ്. കാഞ്ചൻജംഗ, മസൂറി, നന്ദാദേവി, എവറസ്റ്റ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആൻസർ ഏതാന്നുള്ളത്. മസൂറിയാണ്. ബാക്കിയെല്ലാം എന്താണ്? മൗണ്ടൻസ് ആണ്. മസൂറി എന്ന് പറയുന്നത് ഒരു ഹിൽ സ്റ്റേഷൻ ആണ്. ഓക്കെ, 11ാമത്തെ: ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ്. കേരള ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ വർഷം 2013 ജൂലൈ 8 കേരള ഗ്രാമീൺ ബാങ്ക് സ്ഥാപിതമായ വർഷം 2013 ജൂലൈ 8 13ാമത്തെ ക്വസ്റ്റ്യൻ: ധാതു ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം? രാജസ്ഥാനാണ്. ധാതു ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. 14 അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആരാണ്? അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ KC നിയോഗിയാണ്. KC നിയോഗിയാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. എന്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി? രണ്ടാം പഞ്ചവത്സര പദ്ധതി എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ആദ്യത്തേത് തന്നെ പറയുന്നുണ്ട്. ഓപ്ഷൻസിൽ ഒരു 5 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് തന്നെ വ്യാവസായികമെന്ന് പറയുന്നുണ്ട്. അപ്പം ബന്ധമുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കേൾക്കുക. ബന്ധമുള്ള പ്രസ്താവനകൾ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധമുള്ള പ്രസ്താവനകൾ തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. 1956, 61,
ഈ കാലഘട്ടത്തിൽ ഈ പദ്ധതിയെ വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഇതിന്റെ പ്രധാന ലക്ഷ്യം വ്യാവസായിക പുരോഗതിയായിരുന്നു. അത് സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്ന പദ്ധതിയാണ്. സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്ന പദ്ധതിയാണ്. ഇന്ത്യയിൽ മിത്ര സമ്പത്ത് വ്യവസ്ഥ ആരംഭിച്ചത് ഈ പദ്ധതി കാലത്താണ്. 5ാമത്തെ പോയിന്റ്, ബക്രാനങ്കൽ ഹിരാക്കുഡ് പദ്ധതികൾ പൂർത്തീകരിച്ചത് ഈ പദ്ധതി കാലത്താണ്. അപ്പൊ ഈ 5 ഈ 2ാം പഞ്ചവത്സര പദ്ധതിയുമായിട്ട് ബന്ധമുള്ള പ്രസ്താവനകൾ തന്നെയാണ്. അപ്പം ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ് വരുന്നത്. അപ്പം എന്തൊക്കെയാണ്? 1956-61 കാലഘട്ടത്തിൽ ഈ പദ്ധതിയെ വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്നു. പ്രധാന ലക്ഷ്യം എന്താണ്? വ്യാവസായിക പുരോഗതിയാണ്. സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പദ്ധതി. ഇന്ത്യയിൽ മിത്ര സമ്പത്ത് വ്യവസ്ഥ ആരംഭിച്ചത് ഈ പദ്ധതി കാലത്താണ്. ബക്രാനങ്കൽ ഹിരാക്കുഡ് പദ്ധതികൾ പൂർത്തീകരിച്ചതും ഈ പദ്ധതിയുടെ കാലത്താണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നതിനായി നടപ്പിലാക്കിയ ഭേദഗതി ഏതാണ്? 74ാം ഭേദഗതി. 12ാം പട്ടിക ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നതിനായി നടപ്പിലാക്കിയ ഭേദഗതി 74ാം ഭേദഗതിയാണ്. 17 ക്രമസമാധാനം ഉൾപ്പെടുന്ന ലിസ്റ്റ് ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്താണ് ഉൾപ്പെടുന്നത്? ക്രമസമാധാനം. 18 ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന മൗലികാവകാശങ്ങൾ എത്ര മൗലിക അവകാശങ്ങളാണ് ഭരണഘടന നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത്? 7 എത്രയാണ്? 7. 19 LM സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധിയാണ്. ML സിംഗ്വി കമ്മിറ്റിയെ നിയമിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. 20ാമത്തെ ക്വസ്റ്റ്യന്, താഴെ പറയുന്നവയിൽ നിന്നും ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏവ? നിർമ്മാണ സമിതി, ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ്? 1ാമത്തെ പോയിന്റ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി ഏകമണ്ഡല സഭയായിരുന്നു. ഇന്ത്യൻ ഭരണ നിർമ്മാണ സമിതി ഏകമണ്ഡല സഭയായിരുന്നു. കമ്മീഷണേഴ്സ് പ്രസിഡന്റിൽ നിന്നും 4 പേര് തെരഞ്ഞെടുക്കുന്നു. ഭരണഘടന സമിതിയുടെ ചിഹ്നമായിരുന്നത് ആനയായിരുന്നു. അപ്പൊ ഈ 3 എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ തന്നെയാണ്. 1, 2, 3 ഇതുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയെ കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 1ാം ഭേദഗതിയാണ്. ഭൂപരിഷ്കരണ നിയമം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതി 1ാം ഭേദഗതി. 22 നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A. ഷാജഹാൻ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഖാദി ബോർഡ് LDCക്ക് ചോദിച്ച ചോദ്യമാണ്. നിലവിലെ കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A. ഷാജഹാൻ ആണ്. ബാലികാ സമൃദ്ധി യോജന നിലവിൽ വന്ന വർഷം 1997 ഓഗസ്റ്റ് 15-നാണ്. ബാലികാ സമൃദ്ധി യോജന നിലവിൽ വന്ന വർഷം ഏതാണ്? 1997 ഓഗസ്റ്റ് 15-നാണ്. ഭൂപരിഷ്കരണ ഭേദഗതി നിയമം നിലവിൽ വന്ന വർഷം 1970 ജനുവരി 1-ആണ്. 1970 ജനുവരി 1-ആണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 2005 ഡിസംബർ 19. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടതാണ്. വിവരാവകാശ കമ്മീഷൻ എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ ആണ്. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 2005 ഡിസംബർ 19. വൃക്കയിലെ നെഫ്രോണിൽ കപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? വൃക്കയിലെ നെഫ്രോണിൽ കപ്പിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഭാഗം ബോമൻസ് ക്യാപ്സ്യൂൾ ആണ്. ബോമൻസ് ക്യാപ്സ്യൂൾ. 27 ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിൽ എത്തുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഹരിതഗ്രഹ പ്രഭാവം. ഹരിതഗ്രഹ പ്രഭാവം എന്താണ്? ഭൂമിയിൽ നിന്ന് തിരികെ പോകുന്ന താപകിരണങ്ങൾ വീണ്ടും ഭൂമിയിൽ എത്തുന്ന പ്രതിഭാസം. 28 ഇന്ത്യയിലെ ആദ്യ അസ്ഥി ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്. ആദ്യ അസ്ഥി ബാങ്ക് ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈയിലാണ്. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് രാംദിയോ മിശ്രയാണ്. രാംദിയോ മിശ്ര.
ജീവികൾ പരസ്പരം ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ശൃംഖല. എന്താണ്? ജീവികൾ പരസ്പരം ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ശൃംഖല. അത് ഏതാണ്? ഭക്ഷ്യ ശൃംഖലയാണ്. അതിൽ തന്നെ ആൻസർ ഉണ്ട്. ജീവികൾ പരസ്പരം ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ശൃംഖല ഏതാണ്? ഭക്ഷ്യ ശൃംഖല. കോശവിഭജനത്തിന്റെ ഘട്ടങ്ങളിൽ നടക്കുന്ന ശരിയായ ക്രമം കണ്ടെത്തുക. എന്താണ്? കോശവിഭജനത്തിന്റെ ഘട്ടങ്ങളിൽ നടക്കുന്ന ശരിയായ ക്രമം. ഒന്നാമത്തത് ടീലോഫ്, അനാഫേസ്, മെറ്റാഫേസ്, പ്രോഫേസ്. 2 മെറ്റോഫേസ്, അനാഫേസ്, ടീലോഫേസ്, പ്രോഫേസ്. 3 പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. 4 പ്രോഫേസ്, അനാഫേസ്, മെറ്റാഫേസ്, ടീലോഫേസ്. അപ്പം ഇവത്തിലെ കോശവിഭജനത്തിന്റെ ഘട്ടങ്ങളിൽ ശരിയായി നടക്കുന്നത് ഏതാണ്? ശരിയായി നടക്കുന്ന ക്രമം ഏതാണ്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. ഇങ്ങനെയാണ് കോശവിഭജനത്തിന്റെ ഘട്ടങ്ങളിൽ നടക്കുന്നത്. എങ്ങനെയാണ്? പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. 32ാമത്തെ ക്വസ്റ്റ്യൻ. അപവർത്തനാങ്കം ഏറ്റവും കൂടിയ പദാർത്ഥം വജ്രമാണ്. PSC ക്വസ്റ്റ്യൻസിനുള്ള ചോദ്യമാണ്. അപവർത്തനാങ്കം ഏറ്റവും കൂടിയ പദാർത്ഥം വജ്രമാണ്. ചന്ദ്രയാൻ 2വിന്റെ വിക്ഷേപണ വാഹനം ഏതാണ്? GSLV Mk3 ആണ്. GSLV Mk3 ആണ് ചന്ദ്രയാൻ 2വിന്റെ വിക്ഷേപണ വാഹനം. പദാർത്ഥത്തിന്റെ 6ാമത്തെ അവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാൻ പറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? പദാർത്ഥത്തിന്റെ 6ാമത്തെ അവസ്ഥയാണ്. ഈ അവസ്ഥ ഫെർമിയോണിക് കണ്ടൻസേറ്റ് എന്നറിയപ്പെടുന്നു. ഈ അവസ്ഥ കണ്ടെത്തിയത് ഡെബോറ എസ്ജിൻ ആണ്. അതിദ്രവ്യത്വം കാണിക്കാത്ത ദ്രവ്യത്തിന്റെ അവസ്ഥയാണ് ഇത്. അപ്പൊ ഇതില് 6ാമത്തെ അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഏതാണ്? 1ഉം 2ഉം മാത്രമേ ഉള്ളൂ. അതായത് ഈ അവസ്ഥ ഹെർമിയോണിക് കണ്ടൻസേറ്റ് ആണ് എന്നറിയപ്പെടുന്നു. ഈ അവസ്ഥ കണ്ടെത്തിയത് ഡെബോറ എസ്ജിൻ ആണ്. pH സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള മൂല്യം എത്രയാണ്? 0 മുതൽ 14 വരെ. 36ാമത്തെ ക്വസ്റ്റ്യന്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ്? സോഡിയമാണ്. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന മൂലകം സോഡിയമാണ്. 37 അഷ്ടക നിയമവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുക്കുക. അഷ്ടക നിയമവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളാണ്. ഇതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. 1 അഷ്ടക നിയമം മുന്നോട്ട് വെച്ചത് ന്യൂലാൻഡ് ആണ്. 1866 ഈ നിയമം ആവിഷ്കരിച്ചത്. 56 മൂലകങ്ങളെയാണ് അന്ന് വർഗീകരിച്ചത്. സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി ഇതിന് ബന്ധമുണ്ട്. എന്താണ്? അഷ്ടക നിയമം മുന്നോട്ട് വെച്ചത് ന്യൂലാൻഡ് ആണ്. ശരിയായ പ്രസ്താവനയാണ്. 1866 ഈ നിയമം ആവിഷ്കരിച്ചത്. അതും ശരിയായതാണ്. 56 മൂലകങ്ങളെയാണ് അന്ന് വർഗീകരിച്ചത്. അതും ശരിയാണ്. സംഗീതത്തിലെ സപ്തസ്വരങ്ങളുമായി ഇതിന് ബന്ധമുണ്ട്. അതും ശരിയാണ്. അപ്പൊ ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്. 38ാമത്തെ ക്വസ്റ്റ്യൻ. GV രാജ അവാർഡ് ഏർപ്പെടുത്തിയത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആണ്. GV രാജ അവാർഡ് ഏർപ്പെടുത്തിയത് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ ആണ്. 39 സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഗീതം എന്ന കൃതി എഴുതിയതാരാണ്? വിഷ്ണു നാരായണൻ നമ്പൂതിരി. സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഒരു ഗീതം എന്ന കൃതി എഴുതിയതാരാണ്? വിഷ്ണു നാരായണൻ നമ്പൂതിരി. പ്രഥമ വിന്റർ യൂത്ത് ഒളിമ്പിക് നടന്ന വർഷം 2012. പ്രഥമ വിന്റർ യൂത്ത് ഒളിമ്പിക്സ് നടന്ന വർഷം 2012. കോക്കാഞ്ചിറ മറിയം എന്ന കരുത്തയായ സ്ത്രീ കഥാപാത്രം ഉൾപ്പെടുന്ന കൃതി ഏതാണ്? അലാഹയുടെ പെൺമക്കൾ. അപ്പം അലാഹയുടെ പെൺമക്കൾ എന്ന കൃതിയിലെ ഒരു കഥാപാത്രമാണ്, കരുത്തയായ സ്ത്രീ കഥാപാത്രമാണ് കോക്കാഞ്ചിറ മറിയം എന്ന കരുത്തയായ സ്ത്രീ കഥാപാത്രം ഉൾപ്പെടുന്ന കൃതി ഏതാണ്? അലാഹയുടെ പെൺമക്കൾ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? സാഹിത്യ ചക്രവാളം, സാഹിത്യലോകം, കേളി, മലയാളം ലിറ്ററേച്ചർ സർവേ. ഇതിൽ കേളിയാണ്. കേളി മാത്രമാണ്.
ഹാർഡ് ഡിസ്കിന്റെ വേഗത അളക്കുന്ന ഏകകം ഏതാണ്? ഹാർഡ് ഡിസ്കിന്റെ വേഗത അളക്കുന്ന ഏകകം RPM ആണ്. 44 ചെക്കുകൾ പ്രോസസ് ചെയ്യാൻ ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് MICR. ചെക്കുകൾ പ്രോസസ് ചെയ്യാൻ ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് MICR. 45 ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖല ഏതാണ്? ഇന്റർനെറ്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ശൃംഖല ഏതാണ്? ഇന്റർനെറ്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ എത്രയാണ്? 6 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 6 ആണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2004 ദേശീയ പട്ടികജാതി കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? 2004 കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി വജാഹത്ത് ഹബീബുള്ള. നമ്മൾ ഇന്നലെ പഠിച്ചതാണ്, വിവരാവകാശ കമ്മീഷനിൽ പഠിച്ചതാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. 49 കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാത്ത വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. എന്താണ്? കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. 50ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. അപ്പോൾ LDCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. ഇതൊന്ന് കറക്റ്റായിട്ട് നോക്കിയിട്ട് പോവുക. ഇതിനകത്തുനിന്ന് എല്ലാം വരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ രീതിയിൽ ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും നന്നായിട്ട് നോക്കുക. കമന്റ് ഇടുക കേട്ടോ. നമുക്ക് വ്യൂസ് കൂടുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല. അപ്പം എല്ലാവരും കഴിവതും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാനായിട്ട് നോക്കുക, ഷെയർ ചെയ്യുക. നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നവർക്ക് അത് സഹായമാവട്ടെ. നമ്മളുടെ നോട്ട്സിൽ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റുകൾ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇപ്പം ഒരു 50 ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മളിപ്പം തൽക്കാലം പറയുന്നുള്ളൂ. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇനിയിപ്പം വരുന്നത് മുഴുവൻ, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട്. ഇതിപ്പോൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണേ. അപ്പം എല്ലാവരും ഇതൊന്ന് നോക്കിയിട്ട് പോവുക. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും വരാനും ചാൻസ് ഉള്ളത്. നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുവാണെങ്കിൽ കൂടുതൽ നമുക്ക് നല്ലത് തന്നെയാണ്. അപ്പം ഇനിയും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.